الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനീ വിജ്ഞാന മജ്‌ലിസിലൂടെ ഒരുമിച്ചത് കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ സകല പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അവന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി ജീവിച്ചു മരിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന ബാലരാമപുരം ഡോക്ടർ എ അഷ്റഫ് സാഹിബ് നേതൃത്വം നയിക്കുന്ന ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ, അതിന്റെ പോഷക സംഘടനയായ ദീനീ വിജ്ഞാന മജ്‌ലിസിന്റെ നേതൃത്വം വഹിക്കുന്ന ആലിം കൗൺസിൽ സംസ്ഥാന മത പണ്ഡിതന്മാരെ, മറ്റ് ഘടകങ്ങളുടെ നേതാക്കന്മാരെ, ഈ ദീനീ ദഅവത്ത് ഇഷ്ടപ്പെടുന്ന, ഈ ദീനീ വിജ്ഞാന ക്ലാസ് ഇഷ്ടപ്പെടുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, എല്ലാവർക്കും ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ 1000 ഭാവുകങ്ങൾ നിങ്ങൾക്ക് നേരുകയാണ്. ഇന്ന് ജമാഅത്ത് കൗൺസിലിന്റെ പ്ലാറ്റ്ഫോമിൽ നടന്നുവരുന്ന ആലിം കൗൺസിൽ നേതൃത്വം നൽകുന്ന ഇസ്ലാമിക വിജ്ഞാന വിരുന്നിന്റെ 2000 ക്ലാസ് തികഞ്ഞിരിക്കുകയാണ്. ആ 2000ാമത്തെ ക്ലാസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കേൾക്കാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സഹോദരിമാരടക്കം. അല്ലാഹു അതിനൊക്കെ അർഹമായ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്. പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായി മുന്നേറുന്ന, പ്രവർത്തിക്കുന്ന, സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന ഒരു സംഘടനയായി നമ്മുടെ ജമാഅത്ത് കൗൺസിൽ മാറിയെന്നത് വളരെ അഭിമാനാർഹമാണ്. ആ ഒരു അഭിമാനത്തിന് ഏറ്റവും വലിയ തെളിച്ചമേകുന്നത് ഈ ജമാഅത്ത് കൗൺസിലിന്റെ പ്ലാറ്റ്ഫോമിൽ നടന്നുവരുന്ന, ആലിം കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഇസ്ലാമിക വിജ്ഞാന വിരുന്ന് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ ഇസ്ലാമിക വിജ്ഞാന ക്ലാസ് ഇന്ന് 2000 തികഞ്ഞു നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്നത് ഇന്ന് യാത്ര തുടരുന്നത് അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളിലോടൊപ്പം തന്നെ, നമ്മുടെയൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളോടൊപ്പം തന്നെ ഈ സംഘടനയെ, അതിന്റെ നേതാക്കന്മാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സർവ്വതമ്പുരാനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ടാണ്, തവക്കുലാക്കിക്കൊണ്ടാണ്. അതിന്റെ വിജയവും തിളക്കവും ഇന്ന് നമ്മുടെ സംഘടനയ്ക്കുണ്ട്. ആ തിളക്കം നമ്മളിലേക്കും അല്ലാഹു വർഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൽ എങ്ങനെ തവക്കുലാക്കുക? عن عمر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول لو أنكم كنتم توكلون على الله. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി ചെയ്തതായി ഞാൻ കേട്ടു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അത് അർപ്പിക്കേണ്ട വിധം അർപ്പിക്കുന്ന പക്ഷം നിങ്ങൾക്കവൻ പക്ഷികൾക്ക് ആഹാരം നൽകുന്ന പ്രകാരം ആഹാരം നൽകുന്നതാണ്. അത് മാത്രമല്ല, ഹഖ്ഖ തവക്കുലിഹി ലറുസഖ്തും കമാ യുർസഖുത് തയ്യിറു തഅസൂ ഖിമാസം വതറൂഹു ബിതാനാ.
നിങ്ങൾ അല്ലാഹുവിൽ അർപ്പിക്കേണ്ട വിശ്വാസം അർപ്പിക്കേണ്ട പോലെ അർപ്പിച്ചാൽ അവൻ പക്ഷികൾക്ക് ആഹാരം നൽകുന്നത് പോലെ, ആ പക്ഷികളെ പോറ്റുന്ന പോലെ, ആ പക്ഷികളെ പരിപാലിക്കുന്ന പോലെ നിന്നെയും പരിപാലിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടെന്ന് ഉമർ ബിനുൽ ഖത്താബ്. ഏതുപോലെ പക്ഷികൾ രാവിലെ വിശന്നുകൊണ്ട് പോവുകയും വൈകുന്നേരം വയറ് നിറച്ചു മടങ്ങി വരികയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏതൊരാളെയും അല്ലാഹു കൈവിടൂല, അല്ലാഹു വെറുതെയാക്കൂല, അല്ലാഹു തള്ളിക്കളയൂല. അവനെ അല്ലാഹു നോക്കുന്നതാണ്, അതേ അല്ലാഹു പരിപാലിക്കുന്നതാണ്. അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരെ അല്ലാഹു വെറും കയ്യോടെ തള്ളിക്കളയൂലെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ സംഘടനയുടെ പോക്കങ്ങനെയാണ്. ഇന്ന് ആളുകളുടെ ചെറിയ ചെറിയ സഹായങ്ങളെ കൊണ്ട് നമ്മുടെ സംഘടന വലിയ വലിയ പരിപാടികളിലൂടെ മുന്നോട്ട് പോകുമ്പോ അതെല്ലാം അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്, അല്ലാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. നമ്മുടെ നേതാക്കന്മാർ അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ഏതൊരു പ്രവർത്തനത്തെയും, അതേ സാമ്പത്തികമായ സഹായമാവട്ടെ, ഏതൊരു സഹായ പ്രവർത്തനങ്ങളാകട്ടെ, അതിൽ യാതൊന്നും ലഭിച്ചില്ലെങ്കിലും തന്നെ അല്ലാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് വളരെ നല്ല നിലയിൽ, വലിയ ഗംഭീരമായ നിലയിൽ ഓരോ പരിപാടികളെയും നടത്തി തീർക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിൽ